ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളിവിടെ തന്നെ സെയിൽ ചെയ്യുന്ന നമ്മുടെ നൈറ്റിയുടെ ബിറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ടോപ്പ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒരു മഞ്ഞ കളറിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വന്നിട്ടുള്ളൊരു ഡിസൈനാണ്. അതുപോലെ ഇതൊരു മെറൂൺ വൈൻ ആ ഒരു ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കുഞ്ഞു ഡിസൈൻ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒരു നല്ലൊരു പാൻറ്റൊക്കെ വെച്ച് നമ്മൾ പെയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു നൈറ്റിയുടെ ഫീൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും വൈകിക്കേണ്ട നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആ മഞ്ഞ കളറ് മെറ്റീരിയൽ ഇവിടെ കട്ടിങ്ങിന് പരുവത്തിന് ഞാനിതാ ഇവിടെ ഇട്ടേക്കാണ്. അതിന് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യാണ് കേട്ടോ. ഷോൾഡർ ഒരു 7.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തത്. അത്രയും തന്നെ നമ്മൾ ആം ഹോൾ കൊടുത്തു. ഓക്കെ, ഞാൻ ചില കേസിൽ നമ്മുടെ ഷോൾഡറിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടി ഞാൻ കൂട്ടാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. 7.4 അല്ലെങ്കിൽ ഒരു 7.5 എന്നുള്ളത് ഒരു 8 ഞാൻ ചിലപ്പോൾ എടുക്കാറുണ്ട്. കാരണം നമ്മൾ തയ്യൽ തുമ്പ് പോവില്ലേ, അപ്പോൾ അങ്ങനെ എടുക്കാറുണ്ട്. പക്ഷെ ചിലപ്പോൾ ഞാൻ ടോപ്പിനൊന്നും അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ എടുക്കാറില്ല. കറക്റ്റ് എന്തായാലും 7 മതിയാകും. പക്ഷെ ഞാൻ ആ 7.5 എടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കറക്റ്റ് നല്ലൊരു ഷേപ്പിന് ഷോൾഡറൊക്കെ കറക്റ്റിന് വരാനായിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത് ടോപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ ചെസ്റ്റ് ഒരു 10.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരാളുടെ അളവ് എടുക്കുമ്പോൾ അതിൻ്റെ 4/1 നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കി ഇടുമ്പോൾ അതിൻ്റെ 4/1 കൂടെ ഒരു 2 ഇഞ്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഒരു 40 നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 40ൻ്റെ 4/1 10 എടുത്തിട്ട് പ്ലസ് ഒരു 2 ഇഞ്ചും കൂടി നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ 12 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ 10 ഇഞ്ചിൽ ആദ്യം അപ്പോൾ ഇവിടെ എനിക്ക് 10.5 വേണം. അപ്പോൾ ഞാൻ 10.5 ഇഞ്ചിലും ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, 2 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെയും ഹിപ്പ്, അതായത് വയറിൻ്റെയും അതിൻ്റെ ഒരു മിഡിലായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എടുക്കുന്നത് അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർക്കെല്ലാം ഒരു 16.5 ആ ഒരു റേഞ്ചിൽ വരും. ഓക്കെ, 16, 17 അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഞാൻ വേസ്റ്റ് മാർക്ക് ചെയ്യാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 9.5 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. പ്ലസ് 2 ഇഞ്ച് സീമും കൊടുക്കണം. പിന്നെ നമ്മളിവിടെ സ്ലിറ്റ് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു 21 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ അത്രയും തന്നെയാണ് ഏകദേശം എടുക്കുന്നത് ഞാൻ. പക്ഷേ ഇവിടെ എടുത്ത് വന്നപ്പോൾ ഞാനൊരു 1/2 ഇഞ്ചോടെയും കൂടാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ എങ്ങാനും നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ ടൈറ്റായി പോകുന്നുള്ള ഒരു ചെറിയ പേടിയുള്ളതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഒരു 1 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. പക്ഷേ കൂടുതലും പേർക്ക് നമ്മുടെ എന്താ പറയുക, ചെസ്റ്റിൻ്റെ ആ ഒരു അളവ് തന്നെ വരാറുണ്ട്. നോർമലായിട്ടുള്ള എല്ലാവർക്കും, നല്ല അത്യാവശ്യം വയറുള്ളവർക്കൊക്കെ വ്യത്യാസം വരാറുണ്ട്. എന്തായാലും നമ്മൾ അളവെടുത്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ അളവ് നമ്മളെടുത്ത അളവുകൾ മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സീമുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് മാർക്ക് ചെയ്യണത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നിട്ട് അളവുകളിൽ കൂടിയാണല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ കൈക്കുഴി ഒന്ന് ശരിയാക്കണം. അതുപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് ശരിയാക്കണം. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഇതാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ചെസ്റ്റും അതുപോലെ വേസ്റ്റും ഹിപ്പും എടുത്ത മെഷർമെൻറ്റ് ഒന്നും കൂടി കാണിച്ചതാണ് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് നമ്മളിതുപോലെ വെച്ച് തന്നെ ചെയ്താൽ മതി. ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്. ഓക്കെ, ഹിപ്പിൻ്റെ അവിടെയാണ് നമ്മുടെ സ്ലിറ്റ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും മിഡിൽ വരുന്ന സംഭവമാണ് നമ്മുടെ വേസ്റ്റ്. ഓക്കെ, നമ്മുടെ ഷേപ്പ്, അതാണ് നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഹിപ്പ് അതുപോലെ നമ്മുടെ ചെസ്റ്റിനോട് ഈക്വൽ ആകാറുണ്ട് എപ്പോഴും, അങ്ങനെ തന്നെയാണ് വരാറ്. പക്ഷേ ചില കേസുകളിൽ ഒരു 2 ഇഞ്ചും 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ വ്യത്യാസം വന്നേക്കാം. അതുവരെയും വ്യത്യാസം വന്നേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിൽ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 3-3.25 ഇഞ്ച് അത്രയൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ കൃത്യം എന്ന് പറയാനില്ല. ഞാൻ 2 ടോപ്പ് ചെയ്യുന്നതിലും ഒന്ന് 3ഉം ഒന്ന് 3.25 ആണ് ഞാൻ എടുത്തേക്കണത്. ഓക്കെ,
അപ്പോൾ ഇതാ നമ്മുടെ കൈക്കുഴി മാർക്ക് ചെയ്യാണ്. 1 ഇഞ്ച് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ മാർക്ക് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഷേപ്പ് ചെല്ലേണ്ടത് നമ്മുടെ തയ്യൽ തുമ്പിലേക്കല്ല, നമ്മുടെ ആ ഒരു മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ചെസ്റ്റ് ആ ഒരു 1.5 ഇഞ്ച് എന്നുള്ളത്, അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങോട്ടേക്കാണ് നമ്മുടെ ഈ ഒരു കൈക്കുഴി ചെന്നെത്തേണ്ടത്. ഓക്കെ, ചിലർ ആ സീം അലവൻസിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കും, അപ്പോൾ അത് തെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഈ കാണിച്ചത്. ഇത് തെറ്റ് വരാത്തൊരു നല്ല മെത്തേഡാണ്. ഇത് ഫോളോ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇതുവരെയും യാതൊരുവിധ തെറ്റും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന നല്ല മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ടോപ്പ് കട്ട് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവിന് തുണി തികയാതെ വരുന്ന ആ ഒരു മെത്തേഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു മെറ്റീരിയൽ റെഡിയാക്കി ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഏകദേശം ആ ഒരു മെഷർമെൻറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് നേരെ വരച്ചെടുത്താലും മതി കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് തന്നെ ഇങ്ങോട്ട് നമ്മൾ വെച്ച് കൊടുത്താലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ രണ്ട് ഇതായിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ തന്നെ 4ആയിട്ട് നമ്മൾ മടക്കിയിട്ടേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലും നമ്മുടെ ഷോൾഡർ, വേസ്റ്റ്, ചെസ്റ്റ് എല്ലാം തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം മുതലേ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫസ്റ്റ് തന്നെ ഞാനിവിടെ നമ്മുടെ ഷോൾഡറും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടല്ലോ സ്ലീവിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ നമുക്ക് ജോയിൻസ് വരും കേട്ടോ. നമ്മുടെ ആ ഒരു സ്ലീവ്സ് തമ്മിൽ നമ്മളൊരു ജോയിൻസ് വരൂലേ, അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനും കൂടിയാണ് ഇതുപോലെ ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൈക്കുഴി എത്ര ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് വെട്ടി മാറ്റുക. ആദ്യം തന്നെ നമ്മുടെ അതായിരിക്കണം. അപ്പോൾ നമുക്കത് ജോയിൻസ് ഒന്നും വരാതെ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വരച്ച ലൈനിൻ്റെ തൊട്ട് മുകളിലാണ് കേട്ടോ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള പോർഷനിൽ നിന്ന് നമുക്ക് ബാക്കി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മെറ്റീരിയലായിരുന്നു ഇത്. അപ്പോൾ നമ്മളിവിടെ 7.5 ഇഞ്ച് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. അത്രയും തന്നെ നമ്മുടെ താഴേക്കും നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇനി നമ്മുടെ ചെസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. 10 ഇഞ്ചാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 16.5 ഇഞ്ച്, അതിൽ നമ്മൾ എല്ലാവർക്കും 16.5 ആണോ എന്നാൽ അല്ല. കാരണം ചില ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ കുറച്ച് ചിലപ്പോൾ വ്യത്യാസം വരാം. ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെസ്റ്റും ഹിപ്പും എല്ലാ ഇതിലും നമ്മുടെ കറക്റ്റ് ആവണം എന്നില്ല, വ്യത്യാസം വരാം. അപ്പോൾ എപ്പോഴും നമ്മൾ അളവെടുത്ത് തന്നെ ചെയ്യുക. അത് നമ്മൾ ഒരു പഴയ ചുരിദാറിൽ നിന്നാണെങ്കിൽ നമ്മൾ അളവെടുക്കുമ്പോൾ നോക്കി തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെയും മാർക്ക് ചെയ്തിട്ട് സീമൊക്കെ മാർക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഷേപ്പ് ചെയ്യാണ്. ഇനി നമുക്കിതൊന്ന് താഴെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അതായത് നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഷേപ്പിൽ അങ്ങനെയല്ല, നമ്മൾ ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്താൽ നമ്മൾ സ്ലിറ്റൊക്കെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ വരണ്ടേ. അല്ലാതെ നമുക്ക് സ്ലിറ്റ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ വന്നെന്നാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ കൊടുക്കണം കേട്ടോ. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണം.
ഓക്കെ, നമ്മൾ മറ്റേ ടോപ്പിൽ തന്നെ ചെയ്ത പോലെ ഇതേപോലെ ഷേപ്പ് ചെയ്ത് തന്നെ കൈക്കുഴി എടുക്കുകയാണ്. 1 ഇഞ്ച് നമുക്കിവിടെ കൈക്കുഴിയുടെ അവിടെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഒരു ഷേപ്പ് കിട്ടും. നമ്മുടെ കൈൻ്റെ അവിടെയൊന്നും വേറെ പ്രശ്നമൊന്നും വരില്ല. നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് തുന്നാൻ പറ്റും കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3-3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. 3 നമ്മുടെ ഇഷ്ടത്തിന്, ചിലപ്പോൾ 4 ഒക്കെ എടുക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ 3-3.25 ഒക്കെ മതി. അപ്പോൾ ഞാൻ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇവിടെ 3 തന്നെയാണ് ഞാൻ എപ്പോഴും ഈ ഒരു കസ്റ്റമറിന് ഞാൻ എടുക്കാറ്. ഓക്കെ, ഒരു 4 ഇഞ്ചിൻ്റെ വ്യത്യാസം വന്നാലും അത്ര ഇത് തോന്നില്ല. ചില കേസിൽ നമ്മൾ ചിലതൊക്കെ നമുക്ക് ഒരുപാട് കൂടി നിൽക്കും പോലെ തോന്നുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടുതൽ എടുക്കാറുണ്ട്. എന്നാലും നോർമലി ഒരു 3 ഒക്കെ മതിയാകും. അതെല്ലാം നല്ല ഒരു വൈഡായിട്ടൊക്കെ നിൽക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ നമുക്കിനി ഇത് കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് ആദ്യമേ പറ്റിയൊരു മിസ്റ്റേക്കാണ്, നമ്മളൊരു ഷേപ്പിനൊക്കെ കട്ട് ചെയ്തെടുക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഒരു ഫീല് കിട്ടില്ലായിരുന്നു. പിന്നീട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തപ്പോഴാണ് അത് കറക്റ്റായിട്ട് വന്നത്. അതായത് ഇതേപോലെ ഒന്ന് നോച്ചിട്ട് കൊടുക്കുക നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇത് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. ഇനി വേറെ അടിപൊളി ടോപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ സ്ലീവൊക്കെ ഇനി ഹാഫ് സ്ലീവൊക്കെ മതി എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തുണി കുറച്ചും കൂടി അധികം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ഫ്രണ്ട് ഓപ്പണൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഫ്രിൽസൊക്കെ കൊടുത്തിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.